ഹലോ, എൻ്റെ പേര് ശരവണ്. ഈ ക്ലാസ്സിലെ മെയിൻ ഞാനാണ് കേട്ടോ. രാവിലെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രധാന ജോലി ബോർഡ് മായ്ച്ച് അന്നത്തെ ദിവസം ഡേറ്റും എല്ലാം എഴുതും. പിന്നെ പീരീഡ് ഏതാണെന്ന് വെച്ചാൽ സബ്ജക്റ്റിൻ്റെ പേരും എഴുതും. ക്ലാസ്സിലെപ്പോഴും ഭയങ്കര ബഹളമായിരിക്കും. ഒറ്റിപ്പാത്രം കൊണ്ടുവന്നിട്ടാണ് ഞാൻ നോക്കുന്നത്. സാർ, എന്താ ശരവണ? സാർ, ഇന്ന് രാവിലെ തന്നെ ഇവർ രണ്ടുപേരും കൂടി അടികൂടി. യൂസ്ലെസ്. സാർ, ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? എന്റെ പടിക്ക് പണി ഉണ്ടാക്കണോ? ടേക്ക് യുവർ ബുക്സ്. ഓക്കെ, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ, ഇനി ഹോംവർക്ക് ചോദിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാനത് സ്ഥിരമായിട്ട് ഓർമ്മിപ്പിക്കാറുണ്ട്. സാർ, ഇന്നലത്തെ ഹോംവർക്ക്. ഞാൻ ആ കാര്യം മറന്നു. വെരി ഗുഡ്. എല്ലാവരും ഹോംവർക്ക് എടുക്ക്. ചോറുണ്ണാൻ മറന്നില്ലല്ലോ. ആരാ അത്? നീക്കൊന്ന് ഹോംവർക്ക് എടുക്ക്. ഇപ്പൊ കിട്ടോടാ, ഇപ്പൊ കിട്ടും. ചെയ്യാത്തവണ ഞാൻ കാണിച്ചുതരാം. ഹോംവർക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എഴുതി. എന്റെ ഓർമ്മ പോയി. ആഹാ, മക്കളെ ഹോംവർക്ക് ചെയ്തിട്ടില്ല അല്ലേ? നീട്ടടാ കൈ. നീ എനിക്കടാ. ഇപ്പൊ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഓനിരുന്നോ? കൈ നീട്ടോ. നീ എനിക്ക്. ഓ, ചെയ്തിട്ടില്ലേ? നീട്ടടാ കൈ. കൈ നീട്ട്. കലാപ്രതിഭ കളിക്കുന്നു. ഹോംവർക്ക് ചെയ്യാണ്ട് അവർക്ക് അടി കിട്ടണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മോനെ ശരവണ, ഒന്ന് വായിച്ചാടാ. Abstract noun. An abstract noun is the name of quality. എഴുതടാ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളൂ. ഈ വലത്തും പോരാ സാറേ. എഴുതടാ. ഇവനെ പോലെയുള്ളവരെ കവർന്നാണ് പറഞ്ഞു. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ഇതുപോലെ ഒരു നല്ലവനായ തൊണ്ടി. അതെ അതെ. കടി കഴിക്കാൻ പോലും. ആ, പോകാം. എല്ലാരും ഉണ്ടായിരിക്കണം, അല്ലെ ഞാൻ പേരെഴുതും. പൊട്ടത് പ്രാക്ടീസ് ആണത്. നന്നായി, എന്റെ പേരില്ല. അപ്പൊ സിൻസും ഫോർ എങ്ങനെ യൂസ് ചെയ്യേണ്ട? എന്താടാ? ഓക്കെ. ഇതെന്താ ഇങ്ങനെ? അപ്പൊ ഇതൊക്കെ സ്വപ്നമായിരുന്ന? അപ്പൊ ക്ലാസ്സിലെ മെയിൻ ഞാനല്ലേ? കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ സബ്ജക്റ്റിന്റെ ഒപ്പം വെർബും ഒബ്ജക്റ്റും എപ്പോഴൊക്കെ ചേർക്കണേന്ന് അറിയാലോ അല്ലേ? സാർ, ഇന്ന് രാവിലെ തന്നെ ഇവർ രണ്ടുപേരും കൂടി അടി കൂടി. നെയിം ഓഫ് ക്വാളിറ്റി, സ്റ്റേറ്റ് ആൻഡ് കോൺസെപ്റ്റ് എഴുതറാ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. നീ ഒലത്തും പോടാ. എഴുതറാ. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ഇതുപോലെ ഒരു നല്ലവനായ തണ്ടി. അതെ അതെ. പൊട്ടത് പ്രാക്ടീസ് ആണത്. അല്ലേലും അത് അങ്ങനെ വരും. സ്കോപ്പ് നല്ലൊരു സ്വപ്നമായിരുന്നു.